128 ജനാലകൾ. അതിലൊന്നുപോലും മറ്റൊന്നിനോട് സാമ്യമല്ല. 1100-ലേറെ വർഷം പഴക്കമുള്ള ഈജിപ്തിലെ ചരിത്ര നിർമ്മിതിയുടെ കഥ പറയാം. മനുഷ്യ സമൂഹത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെയും സൗന്ദര്യവൽക്കരണത്തിൻ്റെയും സമ്പന്നമായ ഇന്നലകളെക്കുറിച്ച് ആലോചിച്ചാണ് ഈ പള്ളി വരാന്തയിൽ ഞാൻ ഈ നിൽക്കുന്നത്. ഇതാണ് മസ്ജിദ് അഹ്മദ് ബിൻ തൂലൂൻ. അബ്ബാസി ഭരണകൂടത്തിൻ്റെ ഗവർണറായാണ് അദ്ദേഹം ഈജിപ്തിലേക്ക് നിയോഗിക്കപ്പെട്ടത്. പിന്നീട് സ്വതന്ത്രനായി പുതിയ തൂലൂനിദ് രാജവംശം അദ്ദേഹം സ്ഥാപിച്ചു. അതിൻ്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ പള്ളിയുടെ നിർമ്മാണം. അതിവിശാലമായൊരു നടുമുറ്റം, ചതുരാകൃതിയിൽ ചുറ്റും ആർച്ചുകളാൽ നിബിഡമായ ഹാളുകൾ, നടുമുറ്റത്തിന് ഒത്ത നടുവിൽ അംഗശുദ്ധി വരുത്താനായി ക്രമീകരിച്ച ഫൗണ്ടൻ, പള്ളിയോട് ചേർന്ന് ഒരു സ്പൈറൽ മിനാരവും. ഈജിപ്തിലെ ഏക സ്പൈറൽ രീതിയിലുള്ള ഈ മിനാരത്തിന് പ്രചോദനമായത് അബ്ബാസി ഭരണകൂടത്തിന് കീഴിൽ ഇറാഖിൽ സ്ഥാപിച്ച സമാറ മസ്ജിദാണ് എന്നാണ് ചരിത്രം. 25,000 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം നിലവിൽ പള്ളിയിലുണ്ട്. പള്ളിയുടെ ഒരു തൂണിൽ അറബിയിൽ കുഫിക് രീതിയിൽ ഇങ്ങനെ ഒരു എഴുത്തുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്ത് പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച വർഷം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഫി ഷഹ്രി റമളാന മിൻ സനത്തി 65 വമിഅത്തൈൻ. ഹിജ്റ 265 എന്ന് പറയുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം 879 AD ആണ്. കൃത്യമായി പറഞ്ഞാൽ 1147 വർഷങ്ങളുടെ പഴക്കം നിലവിൽ ഈ പള്ളിക്കുണ്ട്. വായു സഞ്ചാരത്തിനും വെളിച്ചത്തിനും സൗന്ദര്യത്തിനുമായി പള്ളിയുടെ ചുവരുകളിൽ അല്പം മുകളിലായി 128 ജാളികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ ജാളികളിലെയും ഡിസൈനുകൾ വ്യത്യസ്തമാണ്. പള്ളിക്കകത്തെ ആർച്ചുകളിലും ഈ വൈവിധ്യം കാണാം. വളരെ സൂക്ഷ്മമായ കൊത്തുപണികളോടെ ഇന്ത്യൻ തേക്കിൽ കടഞ്ഞെടുത്ത ഈ മിമ്പർ പള്ളിയിൽ സ്ഥാപിച്ചത് 1296 മംലൂക്ക് ഭരണകാലത്താണ്. മിമ്പറിൽ കൊത്തുപണികൾക്കായി ആനക്കൊമ്പുകൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. പള്ളിയുടെ സ്പൈറൽ മിനാരത്തിൻ്റെ മുകളിൽ നിന്നും നോക്കിയാൽ കൈറോ നഗരത്തിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് കാണാനാകും. ഒട്ടേറെ പുതിയ നിർമ്മിതികൾക്കിടയിലും ഒട്ടും ചോർന്നു പോകാത്ത സൗന്ദര്യവും സമ്പന്നമായ ചരിത്രവും പേറി ഈ പള്ളി ഇന്നും വേറിട്ട് തന്നെ നിൽക്കുന്നു. വീണ്ടും കാണാം.